പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് റോ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ സ്ട്രീമിംഗ് സൈറ്റിൽ പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ആദ്യ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരത്തെ സംബന്ധിച്ചാണ്. CM Punk വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ CM Punkന്റെ സെഗ്മെൻറ്റും അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് സെത്ത് വരുന്നതും CM Punkനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ റസൽമേനിയ മെയിൻ ഇവന്റ് നീ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നതും, പിന്നീട് ക്രൗഡിൻ്റെ ഇടയിലുള്ള ഫൈറ്റും, പിന്നീട് റിംഗിലേക്ക് തിരികെ വന്നിട്ടുള്ള ഒരു ഫൈറ്റും, പിന്നെയും ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോയിട്ടുള്ള ഒരു ഫൈറ്റും, അങ്ങനെ വലിയൊരു ബ്രൗള് നമുക്ക് ഇരുവരും തമ്മിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെയാണ് ആദം പിയേഴ്സ് ഈ മത്സരം റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ആദ്യ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുമ്പോൾ പുതിയ ലോഗോ ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നും ആ ലോഗോ റിവീൽ ചെയ്യുന്ന വീഡിയോ ട്രിപ്പിൾ എച്ച് പുറത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആ ലോഗോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. CM Punk വേഴ്സസ് സെത്ത് റോളിൻസ് മത്സരം കൺഫേം ചെയ്യുന്നതോടുകൂടി റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന എപ്പിസോഡിൽ ജനുവരി 7-ാം തീയതി കൺഫേം ചെയ്യുന്ന രണ്ടാമത്തെ മത്സരമാണ്. ആദ്യ മത്സരം കഴിഞ്ഞ സ്മാക്ഡൗണിൽ കൺഫേം ചെയ്ത റോമൻ റീൻസ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമാണ്. ഈ രണ്ട് മത്സരങ്ങളും റസൽമേനിയ വെർത്ത് ആയിട്ടുള്ള മത്സരങ്ങളാണ്. ഒരു റസൽമേനിയ ടൈപ്പിൽ തന്നെയാണ് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ആദ്യ എപ്പിസോഡിലേക്കുള്ള മത്സരങ്ങൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു അപ്ഡേറ്റ്, വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ടിലെ മറ്റൊരു മത്സരം കൂടി നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. സോയി സ്റ്റാർക്ക്, റെഗിൽ റോഡ്രിഗസ്, കെയ്ഡൻ കാർട്ടർ തുടങ്ങിയവർക്കെതിരെയാണ് ഇന്നൊരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരം കളിച്ചത്. അതിൽ കെയ്ഡൻ കാർട്ടറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോയി സ്റ്റാർക്ക് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത്, അടുത്ത റോ എപ്പിസോഡ് ലൈവ് ആയിരിക്കില്ല. ഇന്നത്തെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 1-2 സ്പോയിലർ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫുൾ സ്പോയിലർ വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ലൈവ് ആയിരിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, നമുക്ക് ഇന്നത്തെ റോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ സാധിച്ച ഒരു സ്റ്റോറി ഡെവലപ്മെൻറ്റ്. സെത്തും ഡ്രൂവും ഫേസ് ടു ഫേസ് വരുന്നതും, ഡ്രൂ ബ്ലഡിനെതിരെയുള്ള സ്റ്റോറി ലൈനിൽ സെത്തിനോട് ഒപ്പം നിൽക്കാൻ ആവശ്യപ്പെടുന്നതും ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കുറേയധികം ഫാൻറ്റസി തിയറികളും ഫാൻറ്റസി ബുക്കിങ്ങും പുറത്തേക്ക് വന്നിരുന്നു. ഡ്രൂ, സെത്ത്, കെവിൻ ഓവൻസ് ഇവരൊക്കെ ടീമായിക്കൊണ്ട് OG ബ്ലഡിനെതിരെ പോരാടുന്ന സ്റ്റോറിയെ സംബന്ധിച്ച്. അപ്പോൾ അതിലേക്കുള്ളൊരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് ഡ്രൂ സെത്തിനോട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സെത്ത് കൊടുക്കുന്ന ഒരു മറുപടി, റോമൻ റീൻസിൻ്റെ ആ ഒരു പവർ ഇല്ലാതാക്കിയത് താനാണ് റസൽമേനിയ 40-ൽ കോഡി റോഡ്സിനെ സഹായിച്ചുകൊണ്ട്. അന്ന് തനിക്കൊപ്പം നിന്നത് ജെ ഊസോ, സാമി സെയിൻ തുടങ്ങിയവരാണ്. അവർ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കെതിരെ നിൽക്കാനാണ് നീ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഒരിക്കലും ചെയ്യില്ല. എന്തായാലും അവർക്കെതിരെ നിൽക്കാൻ ഞാൻ ഒരിക്കലും നിന്നെ സഹായിക്കില്ല എന്നുള്ളതും സെത്ത് ഡ്രൂവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രൂ, സെത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു ടീം വരുന്നതിൻ്റെ സാധ്യത ഇപ്പോൾ മുറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഡ്രൂ സെത്തിനെ വിടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും ബ്ലഡ് സ്റ്റോറി ഡ്രൂ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഇനി വരുന്ന റോ എപ്പിസോഡുകളിലും സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ അപ്ഡേറ്റ്, ലിവ് മോർഗൻ്റെ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ അടുത്ത എതിരാളി റിയ റിപ്ലി ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. മത്സരം കൺഫേം ആയിട്ടുണ്ട്. എന്ന് നടക്കും എന്നുള്ളത് ഉറപ്പായിട്ടില്ല. ഇന്നത്തെ റോ എപ്പിസോഡിലെ ലിവ് മോർഗൻ, ഡൊമിനിക്, റെഗിൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് റിയ റിപ്ലി വരുന്നതും, ആദം പിയേഴ്സ് തന്നെ നമ്പർ 1 കണ്ടൻഡർ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതും, മത്സരം ഒഫീഷ്യലി കൺഫേം ആയി എന്നുള്ളതും, ഡേറ്റ് പിന്നീട് പറയാമെന്നുള്ളതും റിയ റിപ്ലി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു സ്റ്റോറി ഇപ്പോൾ ബോറായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ലിവ് മോർഗൻ്റെ എല്ലാ സെഗ്മെൻറ്റുകൾക്കും റിയ റിപ്ലി ഇൻട്രപ്റ്റ് ചെയ്ത് വരുന്ന സെഗ്മെൻറ്റ് ആവർത്തനമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആവർത്തിച്ചിട്ടുള്ള സെഗ്മെൻറ്റ് കാണികളെ നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളെയും ബോറടിപ്പിക്കുന്നുണ്ട്. ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഈ ഒരു മത്സരം ഇനിയും വരുന്നതിനോട് അനുബന്ധിച്ച്. ഇനി വരാൻ പോകുന്ന മത്സരത്തോട് കൂടി ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും മത്സരം എന്ന് നടക്കുമെന്നുള്ളത് അനുസരിച്ചിരിക്കും ഇതിലെ ഒരു പ്രഡിക്ഷൻ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത്
ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ലുഡ്വിഗ് കൈസറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് രണ്ട് ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. നമുക്കെല്ലാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് കാണാൻ സാധിച്ചത്. ലുഡ്വിഗ് കൈസറിനെതിരെയുള്ള സ്റ്റോറി ഇനി ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം വരാനുള്ള സാധ്യത ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഒരു പുതിയ എതിരാളിയായിരിക്കും ഇനി ബ്രോൺ ബ്രേക്കറിന് വരാൻ പോകുന്നത്. ഇനി മറ്റൊരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഫിൻ ബെലറും ജെഡി മെക്ഡോണയും വാർ റൈഡേഴ്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ജഡ്ജ്മെൻറ്റ് ഡേയിലെ മറ്റ് അംഗങ്ങളെ റിംഗ് സൈഡിൽ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ അവസാനം സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് ഫിൻ ബെലർ ഒരു ആക്രമണം നടത്താൻ നിൽക്കുന്ന സമയത്ത് റിംഗ് സൈഡിൽ ഡെമിൻ പ്രീസ്റ്റിൻ്റെ അപ്പിയറൻസ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് വാർ റൈഡേഴ്സ് ഫിൻ ബെലറിനെ തന്നെ പിൻ ചെയ്തുകൊണ്ട് ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വാർ റൈഡേഴ്സിന് വർഷങ്ങൾക്ക് ശേഷം ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. വാർ റൈഡേഴ്സിൻ്റെ ഈ ഒരു വിജയം ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ള എതിരെയുള്ള ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കൂടാതെ ഡെമിൻ പ്രീസ്റ്റും ജഡ്ജ്മെൻറ്റ് ഡേയും തമ്മിലുള്ള സ്റ്റോറി ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. എന്തായാലും റോ എപ്പിസോഡിന് വളരെ കൃത്യമായിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് കൊടുത്തത്. കാരണം വാർ റൈഡേഴ്സിൻ്റെ ഹോം ടൗൺ ആയിരുന്നു ബോസ്റ്റൺ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് റോ എപ്പിസോഡ് നടന്നത്. അപ്പോൾ സ്വന്തം കാണികൾക്ക് മുൻപിൽ സ്വന്തം നാട്ടിൽ അവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് എൻഡിങ് ആണ് റോ എപ്പിസോഡിന് കൊടുത്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഇടയിലൂടെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ പ്രൊമോ WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് ആരുടെയാണെന്നോ അതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ പങ്കുവെക്കുന്നില്ല. ജസ്റ്റ് ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു സിമ്പൽ മാത്രമാണ് അവർ അതിലൂടെ നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സിൽ മുൻ AEWൻ്റെ താരമായിരുന്ന പെൻറ്റാഗൺ എന്ന് പറയുന്ന റെസ്ലർ എന്ന് പറയുന്ന റെസ്ലർ ആയിരിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ PW ഇൻസൈഡറും റിപ്പോർട്ട് ചെയ്യുന്നത് പെൻറ്റ എന്ന് പറയുന്ന റെസ്ലർ തന്നെയായിരിക്കും ഇതിന് പിറകിലെന്നാണ്. അങ്ങനെയാണെങ്കിൽ AEWയിൽ നിന്ന് ഡയറക്റ്റ് WWEയുടെ മെയിൻ റോസ്റ്ററിലേക്ക് റോ ബ്രാൻഡിലേക്കായിരിക്കും താരത്തിൻ്റെ ഒരു വരവ്. പെൻറ്റ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു റെസ്ലറാണ്. വളരെ ഹാർഡ് കോർ ലെവലിൽ മത്സരം കളിക്കാൻ സാധിക്കുന്ന ഒരു റെസ്ലറാണ്. ഈ TNA റെസ്ലിംഗിൽ ഇമ്പാക്റ്റ് റെസ്ലിംഗ് എന്ന കമ്പനി മുൻപ് ഇപ്പോൾ TNA എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വേൾഡ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. AEWയിൽ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വലിയ സ്റ്റോറിയൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ ടാഗ് ടീം തലത്തിൽ നല്ല കിടിലൻ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റേ ഫിനിക്സും WWEയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ താരത്തെ കോൺട്രാക്റ്റ് പുതുക്കി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. പെൻറ്റ WWEയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. മെക്സിക്കൻ റെസ്ലറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിംഗ് വർക്കായിരിക്കും കൂടുതൽ. മൈക്കിൽ പ്രൊമോ കട്ട് ചെയ്യുന്നതൊക്കെ കുറവായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.